കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG അപേക്ഷകർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് നാളെ, അതായത് 27-ാം തീയതി വരുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടോളൂ. ആദ്യം തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെന്റ് പരിശോധിക്കുക. സെക്കൻഡ് അലോട്ട്മെന്റ് പരിശോധിക്കുന്ന സമയത്ത് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച അതേ കോഴ്സിൽ തന്നെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുകയാണ് വേണ്ടത്. മാൻഡറ്ററി ഫീ വീണ്ടും നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു കോളേജിലാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ പുതിയതായി ലഭിച്ച കോഴ്സിൽ പോയി അഡ്മിഷൻ എടുക്കുകയാണ് വേണ്ടത്. ഈ 2 അഡ്മിഷൻ നേരിട്ട് എടുക്കണം. നേരത്തെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച സമയത്ത് നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ ഡയറക്റ്റ് ആയി കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുകയാണ് വേണ്ടത്. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയതായി ഏതെങ്കിലും കോളേജിലോ കോഴ്സിലോ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൺലൈനായി 575 രൂപ, ജനറൽ വിഭാഗം 575 രൂപയും SC/ST വിഭാഗം 145 രൂപയും ഓൺലൈനായി ആദ്യം തന്നെ മാൻഡറ്ററി ഫീ അടയ്ക്കണം. ശേഷം അവർ ഏത് കോളേജിലാണോ കോഴ്സിലാണോ അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുകയാണ് വേണ്ടത്. ഇത്രയേ ഉള്ളൂ ആകത്തുക. സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാവരും അവർക്ക് ലഭിച്ച കോളേജിൽ പോയി ഡയറക്റ്റ് ആയി പോയി അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു സംശയം, നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സിൽ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മറ്റു കോളേജുകളിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകളിലേക്കോ കോഴ്സിലേക്കോ മാറ്റുവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. തേർഡ് അലോട്ട്മെന്റ് വരാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തെങ്കിലും നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സിന് മുകളിൽ നിങ്ങളെ സിംഗിൾ വിൻഡോ അപേക്ഷയിൽ വേറെയും ആപ്ലിക്കേഷൻ നിങ്ങളുടെ അലോട്ട്മെന്റ് അപേക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും വേറെയും കോളേജുകളും കോഴ്സുകളും. ആ കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നതിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തുക. ആവശ്യമില്ലാത്ത ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുകയും വേണം. അതായത് നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച കോഴ്സിൽ 100% സാറ്റിസ്ഫൈ ആയ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും കോളേജോ കോഴ്സുകളോ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവനായും ഡിലീറ്റ് ചെയ്യുക. എന്നാൽ ഏതെങ്കിലും ഹയർ ഓപ്ഷൻസിൽ ചില കോഴ്സുകൾ മാത്രം നിലനിർത്താൻ താല്പര്യപ്പെടുന്ന ആളുകൾ അത്തരത്തിൽ ഭാഗികമായി നിലനിർത്തി ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയി പോയി അഡ്മിഷൻ എടുക്കണം. പിന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നൽകേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റും SSLC സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ആധാർ കാർഡും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നൽകേണ്ടതുണ്ട്. കൂടാണ്ട് നിങ്ങൾ നൽകേണ്ടത് ഫീ ആണ്. ഫീ സാധാരണ ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ഏകദേശം ഒരു 7000 രൂപയുടെ അടുത്തായിരിക്കും നിങ്ങൾ നൽകേണ്ട ഫീസ് ഉണ്ടായിരിക്കുക. എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ ഏകദേശം ഒരു 18,000 രൂപയോളമായിരിക്കും നിങ്ങൾ ഫീസ് നൽകേണ്ടി വരിക. അപ്പോൾ മറ്റൊരു സംശയം, ഇത്തരത്തിൽ ഫീസ് നൽകിയിട്ട് തേർഡ് അലോട്ട്മെന്റിൽ കോളേജ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഫീസ് തിരികെ ലഭിക്കുമോ എന്നുള്ളതായിരിക്കും. ആ ഫീസ് മുഴുവനായി നിങ്ങൾക്ക് തിരികെ ലഭിക്കും. എന്നിട്ട് നിങ്ങൾ തേർഡ് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അപ്പോൾ അവിടെ ഫീസ് നൽകിയാൽ മതി. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ പിന്നെ പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഡ്മിഷന് നൽകേണ്ട ഡോക്യുമെന്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിലാണെങ്കിൽ, ഉദാഹരണത്തിന് SC/ST അല്ലെങ്കിൽ OBC റിസർവേഷനോ ഒക്കെ ആണെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നൽകേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബോണസ് പോയിന്റ് അവകാശപ്പെടുന്ന രീതിയിൽ നിങ്ങൾ സിംഗിൾ വിൻഡോ അപേക്ഷയിൽ NSSO അല്ലെങ്കിൽ സ്പോർട്സോ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ബോണസ് പോയിന്റ് അവകാശപ്പെടുന്ന രീതിയിൽ നിങ്ങൾ സിംഗിൾ വിൻഡോ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ നൽകേണ്ടി വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞു SC/ST കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ OBC NCL NCL സർട്ടിഫിക്കറ്റ് ആയിരിക്കും അഡ്മിഷൻ സമയത്ത് നൽകേണ്ടി വരിക. ആ റിസർവേഷൻ കാറ്റഗറിയിലാണ് അഡ്മിഷൻ ലഭിച്ചതെങ്കിലാണ് അത് നൽകേണ്ടി വരിക. പിന്നെ
വിവിധ സ്കോളർഷിപ്പുകൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ നാറ്റിവിറ്റി, അതുപോലെ തന്നെ കാസ്റ്റ്, പിന്നെ NCL, ഇൻകം തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ റെഡിയാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. വിവിധ സ്കോളർഷിപ്പുകളുണ്ട്. നാഷണൽ സർവീസ് പോർട്ടലും അതുപോലെ തന്നെ ഗ്രാൻഡ് സ്കോളർഷിപ്പും ഒക്കെ മിക്കവാറും എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കാൻ സാധ്യതയുള്ള, മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സ്കോളർഷിപ്പുകളാണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ പറയുന്ന ഡോക്യുമെന്റ്സും തയ്യാറാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളായി ചോദിക്കാവുന്നതാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്, ശ്രദ്ധിക്കുന്നതാണ്. താങ്ക്